സന്തോഷ്, സംക്രമ സന്ധ്യയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. സന്നിധാനവും പൂങ്കാവനവുമെല്ലാം ഭക്തിസാന്ദ്രമാണ്. മകരസംക്രമ സന്ധ്യയിൽ പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരവിളക്ക് ദർശിക്കുന്നതിനും ആകാശത്ത് തെളിയുന്ന മകരനക്ഷത്രം ദർശിക്കുന്നതിനും ഭക്തലക്ഷങ്ങളാണ് പൂങ്കാവനത്തിൽ തമ്പടിച്ചിരിക്കുന്നത്. ഇനിയുള്ള ഓരോ നിമിഷങ്ങളും അയ്യപ്പനെ സ്മരിച്ച് ശരണമന്ത്രങ്ങളാൽ തീർത്ഥാടകർ അയ്യപ്പ മന്ത്രങ്ങൾ കൊണ്ട് സന്നിധാനത്തെ ഭക്തിസാന്ദ്രമാക്കും. തീർത്ഥാടക ലക്ഷങ്ങളാണ് സന്നിധാനത്ത് ഇപ്പോൾ തമ്പടിച്ചിട്ടുള്ളത്. വലിയ ഭക്തജന തിരക്കാണ് ഇപ്പോൾ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഉച്ചപൂജയ്ക്ക് ശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ നടയടയ്ക്കും. ഇനി വൈകിട്ട് 5 മണിക്ക് മാത്രമേ തിരുനട തുറക്കുകയുള്ളൂ. അതിനുശേഷം തിരുവാഭരണത്തെ വരവേൽക്കുവാനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും. പന്തളത്തുനിന്നും തിരിച്ച തിരുവാഭരണ ഘോഷയാത്ര കാട്ടുപാതകൾ താണ്ടി ഏതാണ്ട് ഒലിയൻപുഴ, വലിയാനവട്ടം, ചെറിയാനവട്ടം ഉൾപ്പെടെയുള്ള പരമ്പരാഗത കാനന പാതകൾ താണ്ടി നീലിമലയും ശബരിപീഠവും താണ്ടി വൈകിട്ട് 6 മണിയോടെ ആയിരിക്കും ശരംകുത്തിയിൽ എത്തിച്ചേരുക. തുടർന്ന് അയ്യപ്പ സേവാ സംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് ആചാര അനുഷ്ഠാനങ്ങളുടെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സന്നിധാനത്തേക്ക് സ്വീകരിക്കും. അതിനുശേഷം 18-ാം പടി കയറി സോപാനത്തെത്തുമ്പോൾ ശ്രീകോവിലിന് സമീപം വെച്ച് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങി 6:45 അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയായിരിക്കും ദീപാരാധന നടത്തുക. ഈ സംക്രമ സന്ധ്യയിലെ ദീപാരാധന ദർശിക്കുന്നതിനുള്ള കാത്തിരിപ്പിലാണ് തീർത്ഥാടകർ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ തിരക്കാണ് ഇപ്പോൾ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. പൂങ്കാവനത്തിലും പ്രത്യേകിച്ച് തീർത്ഥാടകർ തമ്പടിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും വലിയ സുരക്ഷാ സന്നാഹങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക നിരീക്ഷണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇനിയുള്ള നിമിഷങ്ങൾ അയ്യപ്പനെ സ്മരിച്ച് മകരസംക്രമ സന്ധ്യയിൽ മകരജ്യോതി ദർശിക്കുന്നതിനുള്ള കാത്തിരിപ്പിലാണ് തീർത്ഥാടക ലക്ഷങ്ങൾ. സന്തോഷം.